പുന്നമടയിലൊരു യുവാവിൻ്റെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തിന് പിന്നാലെ വ്യാപകമായ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അത് ആലപ്പുഴയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ പുന്നമടയിലെ അപകട വളവിൽ മുന്നറിയിപ്പ് ബോർഡുകളോ ഡിവൈഡറുകളോ ഒന്നും ഇല്ലാത്തത് അപകടം പതിവാക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. അത് നേരത്തെയും അവർ ഉയർത്തുന്ന ഒരു പരാതിയാണ്. അതിൽ പക്ഷേ ഇടപെടലൊന്നും ഉണ്ടായില്ല. പിന്നീട് ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയായിരുന്നു. ചുരുങ്ങിയ കാലയളവിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായ ഇടം പുന്നമടയിലെ അപകടത്തുരുത്തായി മാറുകയാണ്. സ്വദേശികളും വിദേശികളും അടക്കം ദിവസേന നൂറുകണക്കിന് ആളുകൾ വിനോദസഞ്ചാരത്തിനെത്തുന്ന പുന്നമടയിലെ ഈ സ്ഥലത്താണ് ഇന്ന് കാർ കനാലിലേക്ക് വീണ ഒരു യുവാവ് മരിച്ചത്. കൊടും വളവായിട്ട് പോലും അപകടം ഒഴിവാക്കാൻ ഒരു സംവിധാനമോ മുന്നറിയിപ്പോ ഇക്കാലം അത്രയും ഇവിടെ സ്ഥാപിച്ചിട്ടുമില്ല. ആലപ്പുഴ നഗരത്തിൽ നിന്ന് പുന്നമട ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള റോഡാണിത്. ടൂറിസ്റ്റുകൾ ആശ്രയിക്കുന്ന പ്രധാന പാത. റോഡിന്റെ ആദ്യാവസാനം ഒരു വശത്ത് കനാൽ. അപകടകരമായ വളവുകളിൽ പോലും ഡിവൈഡറുകളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തത് വെല്ലുവിളി. പുലർച്ചെ ശക്തമായ മഴയത്താണ് യുവാക്കൾ സഞ്ചരിച്ച കാർ വളവിൽ നിയന്ത്രണം നഷ്ടമായി കനാലിലേക്ക് പതിച്ചത്. പൂർണ്ണമായി മുങ്ങിയ കാറിൽ നിന്ന് 3 പേരും പുറത്തേക്ക് ചാടി. 2 പേർ കരയിലേക്ക് എത്തിയെങ്കിലും തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണിയെ രക്ഷിക്കാനായില്ല. ഒരു 1:15 രാത്രി വരുന്ന സമയത്ത് കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ നിന്ന് റോഡിൽ നിന്ന് കൈ കാണിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ചേട്ടാ വണ്ടി വെള്ളത്തിൽ പോയി ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഞാൻ അമ്മയ്ക്ക് ഇത്തിരി സീരിയസ് ആയിരുന്നുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഇത് കണ്ടത്. പിന്നെ അപ്പം തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിച്ചു. അവർ പെട്ടെന്ന് വന്നു. അപ്പോൾ ഇതിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേര് നീന്തി കരക്ക് കയറി. രണ്ടാമത് ഇവർ പോയി അകത്തുള്ള മറ്റേ ഇപ്പം മരിച്ച എന്ന് പറയുന്ന ആളെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് കയ്യിൽ നിന്ന് വിട്ടുപോവുക ചെയ്തു. ആളെ കയ്യിൽ കിട്ടിയിരുന്നു. ആളെ കൈ കിട്ടിയിട്ട് ശക്തമായ മഴയെ ഒഴുക്കുമായിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയത്. പിന്നെ ഫയർഫോഴ്സ് വന്നിട്ടാണ് ഇത് എടുത്തതും പോലീസും ഒക്കെ എത്തിയിരുന്നത്. പിറന്നാൾ ദിനത്തിലാണ് ബിജോയുടെ അപകട മരണം. കനാലിനെയും റോഡിനെയും വേർതിരിക്കുന്ന ഡിവൈഡറുകൾ പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ കാർ ഇടിച്ചു നിന്നേനെയെന്ന് നാട്ടുകാർ പറയുന്നു. പല ആൾക്കാരും ഒന്ന് വണ്ടി തട്ടിയും മുട്ടിയൊക്കെ ഈ കമ്പി പോയതാണ്. പക്ഷെ അത് ഇനിയെങ്കിലും അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇനിയും വലിയ അപകടത്തിലോട്ട് അത് പോകും. എന്ന് വെച്ചാൽ വരുന്നവർക്ക് അറിയത്തില്ല. ഇതൊരു നല്ലൊരു കർവാണ്. ആ കർവിൽ ശരിക്കും പറഞ്ഞാൽ സിഗ്നൽ ഇല്ലാതെ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ നാട്ടുകാരനായതുകൊണ്ട് എനിക്കറിയാം ഇവിടെ വളവാണ്. പക്ഷെ അന്യനാട്ടിൽ നിന്ന് വരുന്നവർക്ക് അത് അറിയത്തില്ല. അൺടൈമിലൊക്കെ വരുന്നവർക്ക് ഒട്ടും അറിയത്തില്ല. ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജനപ്രതിനിധികളെ ആവശ്യമറിയിച്ച് പലതവണ നാട്ടുകാർ സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല. രാത്രിയായാൽ വഴിവിളക്കുകൾ പോലും നഗരത്തിലെ പ്രധാന ടൂറിസ്റ്റ് മേഖലയിൽ ഇല്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. അപകടങ്ങളും മരണങ്ങളും ഇങ്ങനെ ഒരുപാടായി. ഇനിയെങ്കിലും നാട്ടുകാരുടെ നിരന്തരാവശ്യം അധികാരികൾ പരിഗണിക്കണമെന്ന പൊതുവികാരമാണ് ഉയരുന്നത്. പുന്നമടയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ്. പതിവായി ആ റോഡിലൂടെ ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പോലും അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കെ ആ വഴിയൊന്നും അറിയാത്ത, ആ മേഖലയെക്കുറിച്ച് പരിചയമില്ലാത്ത ആളുകൾ അവിടേക്ക് എത്തുമ്പോൾ അപകടം ഉണ്ടാവും എന്നുള്ള കാര്യം അതൊരു വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ്. അതാണ് ദിവസങ്ങളായി അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡോ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ രാത്രി കടന്നു പോകുന്നതിനാവശ്യമായ വെളിച്ചമോ ഒന്നുമില്ല. ഇനിയും എത്ര പേർ അപകടത്തിൽപ്പെടണം അധികാരികളുടെ കണ്ണ് തുറക്കാൻ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. കൈവരി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ അപകടം ഉണ്ടായിരുന്നത്. ഈ റോഡ് വെച്ചതിൽ പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് വന്ന് 2 പിള്ളേരുമായിട്ട് പിന്നെ ആ ബൈക്ക് 3 പൊക്കിയെടുത്തത്. പിന്നെ അത് കഴിഞ്ഞൊരു ലോട്ടറി തട്ടുണ്ടായിരുന്നു. ആ ലോട്ടറി തട്ട് ഉൾപ്പെടെ ഒരു കാർ വന്ന് മറിച്ച് വിട്ടു. പിന്നെ ആ കാർ ഭാഗ്യത്തിന് ലോട്ടറി തട്ട് തടഞ്ഞുകൊണ്ട് പോയില്ല. ഇവിടെ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ മെമ്പറെ വിളിച്ച് പറഞ്ഞതാ. മെമ്പറോട് ഇങ്ങനെ അറിഞ്ഞ് ഇതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ മെമ്പർ അനങ്ങിയിട്ടില്ല ഇതുവരെ. മിക്കവാറും ഈ സംഭവം ഉണ്ടാകുന്നുണ്ട്. ബൈക്കുകളും അങ്ങനെയുള്ള സാധനമെല്ലാം പോകുന്നുണ്ട്. ഇവിടെ വേറെ മിക്ക അവിടെയുണ്ട്. അതല്ല വെള്ളക്കെട്ടായതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഞാൻ 20 വർഷം കൊണ്ട് ഓട്ടോ ഓടുന്നതാണ്. ഇവിടെ മിക്കപ്പോഴും അപകട മേഖലയാണ്. കാരണം ഇത് നല്ലൊരു വളവാണ്. ഇങ്ങനെ ഓടി വരുന്നൊരു വളവാണ്. പുറം വണ്ടികളെല്ലാം സ്ഥിരം ഇവിടെ നിന്ന്, കാരണം മലപ്പുറം കോഴിക്കോട് നിന്നെല്ലാം വരുന്നതും നല്ല സ്പീഡിൽ ഈ വളവ് വരുമ്പോഴത്തേക്കും അപകട മേഖലയാണ്. ഞാൻ മിക്കപ്പോഴും ഇവിടെ ഒരു അപകടം ഉണ്ടായിട്ടുള്ള ഏരിയയാണ്. ഞാനിതിനു മുമ്പ് ഇതുപോലെ രാവിലെ വരുമ്പോഴെല്ലാം ബൈക്കെല്ലാം ഇവിടെ കിടക്കുന്നതാണ്. ഞങ്ങളെല്ലാം പൊക്കി മാറ്റിയിട്ടെല്ലാം ഉള്ളത്.